Welcome you all to this Commerce Easy Learning. ബികോം BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും അത് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ് ഈ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബിൽഡിംഗ് കോൺട്രാക്ടർ undertook a contract for ₹15 lakh on arrangement that 80% of the value of the work done as certified by architect of the contractee shall be paid immediately and the remaining 20% be retained until the completion of the contract. ഒരു ബിൽഡിംഗ് കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര രൂപയ്ക്കായിരുന്നു പറഞ്ഞ് 15 ലക്ഷത്തിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 80% വർക്ക് സർട്ടിഫൈ ചെയ്തിട്ട് ആർക്കിടെക്ട്സ് ഓക്കെ എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്പോൾ അതിൻ്റെ കാശ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ 20% ക്യാഷ് കൊടുത്തിട്ടില്ല. അത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും കൊടുക്കുക. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. In 2018 the amount expended were, അതായത് ചിലവാക്കിയതെന്ന് പറയുന്നത് അത് മെറ്റീരിയൽസ് ₹1,80,000, മെറ്റീരിയൽസിന് 1,80,000 ചിലവാക്കി. വേജസ് ₹1,70,000, carriage 6,000, cartage ₹1,000, sundry expenses ₹3,000. The work was certified for ₹3,75,000. അതായത് ഇത്രയും എക്സ്പെൻസസ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽസിനും വേജസിനും കാരേജിനൊക്കെ ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതിൽ സർട്ടിഫൈ ചെയ്ത് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തതിന് എത്ര രൂപീസിൻ്റെ പറയുന്നത്? 3,75,000 പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 15 ലക്ഷത്തിൻ്റെ എമൗണ്ടിൽ എത്ര രൂപയുടെ ചെയ്തിട്ടുള്ളൂ ഇവർ? 3,70,500 അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. 15 ലക്ഷത്തിൽ 3,70,500 കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? വർക്ക് അത്രേ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. സർട്ടിഫൈ ചെയ്ത എമൗണ്ടിന് ഇത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ. അതായത് ലെസ് ദാൻ ഹാഫ് പോർഷൻസേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 അല്ല വരിക. അവിടെ എന്ത് വേണം? അപ്പോൾ അവിടെ 1/3 എന്നാണ് വരിക. കാരണം ലെസ് ദാൻ ഹാഫ് അല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. In 2019 the amounts expected were, that is 2019 എത്ര രൂപയാണ് നമുക്ക് ചിലവാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് 2,20,000, വേജസ് 2,30,000, carriage ₹33,000, cartage ₹2,000, sundry expenses ₹4,000, and that 3/4 of the contract was certified as done by 31st December and 80% of this was received. The value of unused stock and working progress uncertified was ascertained of ₹20,000. That means ഇപ്പോൾ എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ 3/4 of the contract was certified. അതായത് 3/4 പോർഷൻസ് എന്ത് 3/4 ഭാഗം ആ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. ക്ലിയർ? അതിൽ 80% എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ വാല്യൂ ഓഫ് അൺയൂസ്ഡ് സ്റ്റോക്ക്, യൂസ് ചെയ്യാത്ത സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് അൺസർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് എത്ര റുപ്പീസിലാണ് പറയുന്നത്? 20,000. ഓക്കെ, ഇപ്പം ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത 2020 കാര്യങ്ങൾ നോക്കാം. In 2020 the amounts expected were, 2020 എത്ര ചിലവുകൾ വന്നിരിക്കുന്നത്? മെറ്റീരിയൽസ് 1,26,000, വേജസ് 1,70,000, കാർട്ടേജ് ₹6,000, സൺട്രി എക്സ്പെൻസസ് 3,000, ആൻഡ് ഓൺ 30th June the whole contract was completed. അത് ഇത്രയും ചിലവുകളാണ്. അതിനോടൊപ്പം 30th ജൂൺ 30 ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 3 കൊല്ലം നീണ്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അത് ജൂൺ 30 കംപ്ലീറ്റ് ആയി. Show how the contract account and also the contractee's account would appear for each of these years in the books of the contractor. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് അതിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ 3 കൊല്ലത്തിലും എങ്ങനെയാണ് എന്നുള്ളതും, അതേ ഓരോ ഇയർ ഉണ്ട് കേട്ടോ ബുക്സ് ഓഫ് കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് എന്നുള്ളതും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അസ്യൂമിങ് ദാറ്റ് ദ ബാലൻസ് ഡ്യൂ ടു ദം വാസ് റിസീവ്ഡ് ഓൺ
കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഈ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓരോ വർഷം എത്രത്തോളമാണ് കോൺട്രാക്ടറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓരോ വർഷം എത്രത്തോളമാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് ആയി എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബാലൻസ് എമൗണ്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എത്രയുണ്ടായിരുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ ഷോ ആൾസോ വാട്ട് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിൽ ഹാവ് ടു ബി ക്യാരീഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഈച്ച് ഓഫ് ദീസ് ഇയർ. ഓരോ വർഷവും എത്രത്തോളമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക. ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടിൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ്. അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം എത്രയാണ് അതിൽ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇന്നതിലിപ്പോൾ നോക്കാനുള്ളത് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. പക്ഷേ കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പാർട്ട് 5 പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 5 കാണാത്തവർ ആദ്യം പാർട്ട് 5 കാണുക, അതിനുശേഷം ഈ പാർട്ട് 6 കാണുക. അതിലാണ് ഈ പറഞ്ഞ കോൺട്രാക്റ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉള്ളത്. ഓക്കെ, എന്നാൽ ഇത് കണ്ടിന്യൂവേഷൻ വരുള്ളൂ, അതുകൊണ്ട് പാർട്ട് 5 കാണുക. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം കോൺട്രാക്റ്റ് അക്കൗണ്ട്, അതായത് കോൺട്രാക്ടർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് എത്ര കിട്ടി എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് 2018 നോക്കൂ എത്രയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റുപ്പീസ് ബൈ ക്യാഷ് 3 ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ലാക്ക് എങ്ങനെയാണ് കോൺട്രാക്ടർക്ക് കൊടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2018 വർക്ക് സർട്ടിഫൈഡ് എന്ന് നമ്മൾ നോക്കുക. അത് ക്രെഡിറ്റ് സൈഡിൽ അവിടെ എഴുതിയിട്ടുണ്ടാവില്ലേ 3,75,000, അത് എടുക്കുക. അതിൽ ക്യാഷ് റിസീവ്ഡ് നമ്മൾ എത്രയാണ് ക്യാഷ് റിസീവ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 80% അല്ലേ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ്, വർക്ക് കഴിഞ്ഞതിനല്ലേ നമ്മൾ പൈസ കൊടുക്കത്തുള്ളൂ. അപ്പോൾ വർക്ക് സർട്ടിഫൈ ചെയ്ത 3,75,000ൻ്റെ 80% കാണുക. അപ്പോൾ 3,75,000 ഇൻറ്റു 80/100 ദാറ്റ് ഈസ് 3 ലാക്ക് കിട്ടി. ഈ 3 ലാക്കാണ് നമ്മളിപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. 3 ലാക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 ലാക്ക് ഇവിടെ എഴുതി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാലൻസ് ടാലി ചെയ്യേണ്ട ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ചെയ്തു അല്ലേ. 2018 എഴുതി ടു ബാലൻസ് ക്യാരി ഡൗൺ 3 ലാക്ക് എന്ന് എഴുതി ടോട്ടൽ ചെയ്തു. അപ്പോൾ ക്യാരി ഡൗൺ അല്ലേ 2018. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ എന്താവും 2019 ബൈ ബാലൻസ് ബ്രോ ഡൗൺ, അതേ 3 ലാക്ക് ഇവിടെ എടുത്ത് എഴുതി. ക്ലിയർ? ദെൻ 2019 കോൺട്രാക്റ്റിൻ്റെ കയ്യിൽ നിന്ന് എത്ര ക്യാഷാണ് റിസീവ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ലാക്കാണ് വന്നിരിക്കുന്നത്. ഈ 6 ലാക്ക് എങ്ങനെയാണ് വന്നത് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കാം. 2019 വർക്ക് സർട്ടിഫൈഡ് 11,25,000. ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത് 11,25,000ൻ്റെ 80% ആണ്. അപ്പോൾ 80% കാണുമ്പം 9 ലാക്ക് വരും. പക്ഷേ 2019 ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 3 ലാക്ക് ഉണ്ട്, ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ 9 ലാക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇപ്പോൾ എത്ര ലാക്കായിരിക്കും ഇനിയിപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. 3 ലക്ഷം കൊടുത്താൽ ബാക്കി എത്രയുണ്ട്, 6 ലാക്ക് ഉണ്ട്. ആ 6 ലാക്കാണ് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? ഇപ്പോൾ ക്ലിയറായി 6 ലാക്ക് എങ്ങനെയാണ് വന്നത്. ഇതിൻ്റെ ടോട്ടൽ ഇപ്പോൾ 9 ലാക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ലാക്കും 6 ലാക്കും കൂടി ടോട്ടലാണ് അവിടെ നമുക്ക് എന്ത് വന്നിരിക്കുന്നത് 9 ലാക്ക് വന്നത് മനസ്സിലായി. അപ്പോൾ ഈ 9 ലാക്ക് നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഇവിടെ ടോട്ടൽ 2019 എഴുതിയതോടെ ടു ബാലൻസ് ക്യാരി ഡൗൺ 9 ലാക്ക് എന്ന് എഴുതി ടോട്ടൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ക്യാരി ഡൗൺ ആണെങ്കിൽ നമ്മൾ അടുത്ത കൊല്ലം എന്ത് ചെയ്യും 2020 ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതി എത്ര രൂപ 9 ലാക്ക്. ഓക്കെ, ഇനിയുള്ളതിൽ എന്താണെന്നറിയോ, ബൈ ക്യാഷ് ആണ്. ബൈ ക്യാഷ് എത്രയാണ് കൊടുത്തതെന്ന് അറിയണ്ടേ. അതായത് നമ്മൾ കോൺട്രാക്റ്റ് എത്ര രൂപയ്ക്കായിരുന്നു, എഗ്രിമെൻറ്റ് എത്ര ആയിരുന്നു, 15 ലക്ഷത്തിൻ്റെ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, ടോട്ടൽ ഇവിടെ ഇപ്പോൾ എത്രയാണ് വരിക, 15 ലക്ഷം 15 ലാക്ക് എന്ന് ടോട്ടൽ എമൗണ്ട് ആണ്. ഒരു കോൺട്രാക്റ്റ് വർക്കിൽ ഏർപ്പെട്ടുന്ന അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്, 15 ലാക്കാണ്. അപ്പോൾ ടോട്ടൽ 15 ലാക്ക് എന്ന് എഴുതി. അപ്പോൾ ഈ കോൺട്രാക്റ്റ് 2020 ആകുമ്പോൾ ഈ വ്യക്തി കോൺട്രാക്റ്റ് എത്ര രൂപ കൊടുക്കണം എന്ന് ബാലൻസ് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 15 ലാക്കാണ്. അപ്പോൾ ഓൾറെഡി ഉള്ളത് കയ്യിൽ 9 ലാക്ക് വരെ കൊടുത്തു. ബാക്കി എത്ര ക്യാഷ് ആയിരിക്കണം കൊടുക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലായി. 15 ലാക്കിൽ നിന്ന് 9 ലാക്ക് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര കൊടുത്തിട്ടുണ്ടാവും ബൈ ക്യാഷ് ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ടാവും, 6 ലാക്ക്. ഇപ്പോൾ മനസ്സിലായി 6 ലാക്ക് എങ്ങനെയാണ് വന്നത് മനസ്സിലായല്ലോ. കാരണം ഇവിടെ 15 ലാക്കാണ് കോൺട്രാക്ട് പ്രൈസ്. അപ്പോൾ ലാസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയാൽ ബാക്കി എല്ലാം കൊടുക്കണ്ടേ.
അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് 15 ലാക്ക് എഴുതി. അതിനുശേഷം ഈ പറഞ്ഞ നമ്മൾ 9 ലക്ഷം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ 9 ലക്ഷം ബാക്കി എത്ര കൊടുക്കണമെന്ന് നമുക്ക് 15 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷം മൈനസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയാണ് 6 ലാക്ക്. അപ്പോൾ ഇവിടെ ടോട്ടൽ എഴുതുക 15 ലാക്ക്. അപ്പോൾ അവിടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തും 2020 ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് എഴുതി 15 ലാക്ക് എന്ന് എഴുതുക. ടോട്ടലും ചെയ്യുക 15 ലാക്ക്. ഓക്കെ, ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഏത് കോൺട്രാക്റ്റ് അക്കൗണ്ട്. ക്ലിയർ? ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അത്രയും യൂസ്ഫുള്ളായ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.